ഏതോ ഒരു സംശയം, ഏതോ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ചിരുന്നു ആ സമയത്ത് എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ MVD-യുമായിട്ട് അന്ന് സംസാരിച്ചതായിട്ട് ഓർമ്മിക്കുന്നുണ്ടോ? സാറേ ഞാനൊരു കാര്യം പറയാം. ഇവര് എന്താ എനിക്ക് ഇവരുടെ അടുത്തൊക്കെ തർക്കിക്കാൻ നിൽക്കാൻ വയ്യ. എന്താ വെച്ചാൽ തെറ്റ് ചെയ്തെന്ന് ഇങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടി ഈ 30-ാം തീയതി തൊട്ട് ഈ കേസ് നടക്കുകയാണ്. ഇവര് എന്തുകൊണ്ട് ഇത്രയും ദിവസം വരാതെ ഇന്നലെ കേസ് ഫയൽ ചെയ്യാൻ സമയമായപ്പോഴത്തേക്ക് ഈ പ്രശ്നമൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്നത്? അത് ഒന്നാമത്തെ കേസ്. നമുക്ക് അറിയേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. യദുവിനെതിരെ ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചനയുണ്ടോ എന്നത് അന്വേഷിക്കണം. തീർച്ചയായിട്ടും അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഇത് ഒരു സംശയമുള്ളത്, ഈ 2023 ജൂൺ മാസത്തിൽ തൃശ്ശൂർ ഡിപ്പോയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവാനുള്ള സാധ്യത അത് തള്ളിക്കളയുന്നില്ല യദു. അത് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒരു നിമിഷം റോഷ, ഒരു നിമിഷം. എന്റെ ചോദ്യം യദുവിനോടാണ്. യദു ആ സമയത്ത് വഴിക്കടവ് റൂട്ടിലേക്ക് സർവീസ് നടത്തിയിട്ടുണ്ടാവാം എന്നാണ് യദു പറയുന്നത്. ഞാന് തൃശ്ശൂർ റൂട്ട് എന്നല്ല, കുന്നംകുള റൂട്ടിൽ കോഴിക്കോട് വണ്ടി ഓടിയിട്ടുണ്ട്, മിന്നൽ ഓടിയിട്ടുണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഓടിയിട്ടുണ്ട്. ഈ കുന്നംകുളം വഴിയാണ് പോകുന്നത് ഇതെല്ലാം. അപ്പൊ ഇതെല്ലാം പോകുന്നത് എങ്ങനെയാണ്? പക്ഷെ അവര് പറയുന്നത് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ അദ്ദേഹം ഇന്നലെ പറഞ്ഞു ഓർമ്മയില്ലെങ്കിൽ സാർ കുറച്ച് മറവിക്ക് മരുന്ന് കഴിക്കുന്നത് അല്ലല്ല റോഷ, ഒരു നിമിഷം. അത് വ്യക്തിപരമായ വിഷയമാണ്, അതല്ല റോഷ, നമ്മുടെ വിഷയം അതല്ല. ഇദ്ദേഹം ഇന്നലെ പേഴ്സണലി എന്നെ ഹേർട്ട് ചെയ്ത് ഇയാള് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചു താങ്കളുടെ വാഹനമാണോ ഇത് എന്ന് ചോദിച്ചതിന് എനിക്ക് തന്ന മറുപടി എന്താണെന്ന് അറിയോ സാർ? മേയർ ചോദിച്ചതുപോലെ നിന്റെ തന്തയുടെ വാഹനം. ഇങ്ങനെയാണ് അയാൾ സംസാരിക്കുന്നത്. ഇത് ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അല്ല ഇത് കഴിഞ്ഞ് നിങ്ങളെ താങ്കൾ ഓൾറെഡി അതിന്റെ ബാക്കിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. റോഷ, ഒരു നിമിഷം. യദു ഇന്നലെ മോശമായിട്ട് സംസാരിച്ചിരുന്നോ റോഷയോട്? അത് വൈകാരികമായി സംഭവിച്ചു പോയതാണോ? അത് മാത്രമല്ല സാർ, ഇദ്ദേഹം മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്ത റോഷ, ഒരു നിമിഷം. റോഷ, ഒരു നിമിഷം. യദു ഇന്നലെ റോഷയോട് സംസാരിച്ചപ്പോ ഇങ്ങനെ പരിധി വിട്ട് സംസാരിച്ചു പോയിരുന്നോ? പരിധി വിട്ട് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ എന്റെ അവസ്ഥ സാറിന് അറിയാല്ല. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് എന്നെ ഇട്ട് ഇവര് ഈ പാർട്ടിക്കാരിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാഡത്തിന്റെ കേസ് പിൻവലിക്കാൻ വേണ്ടിട്ട് പല വഴി കൂടെ എനിക്ക് ടെൻഷനും ഇതേപോലെ ഭീഷണിയും കാര്യങ്ങളും ഉണ്ട്. ഇത്രയും ദിവസം വരാത്ത ഈ മാഡം എന്തിനാണ് വന്നതെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിലൊക്കെ നോക്കി ഞാനൊന്ന് സംസാരിച്ചു. സർ, ഇന്നലെ ഇദ്ദേഹം ഇതുപോലെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എല്ലാ കാര്യങ്ങൾക്കും. ഞാൻ മേയറുടെ വിഷയമോ അല്ലെങ്കിൽ ഇതിലുണ്ടായ മറ്റു കാര്യങ്ങളൊന്നും ഇദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇദ്ദേഹം അതിനെ ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇദ്ദേഹം പറഞ്ഞത് സരിത 2 വേർഷൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. അത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പറഞ്ഞത്? ഞാനൊരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ലേ. അങ്ങനെ മോശമായ പദപ്രയോഗം നടത്തിയിരുന്നോ റോഷയ്ക്കെതിരെ? ഈ സരിത 2 എന്നും ഈ റോഷയുടെ പിതാവിനെ ഒക്കെ വിളിച്ചു എന്നാണ് പറയുന്നത്. സാറിന് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ സാറിന് നോക്കാം. ഞാൻ പറഞ്ഞ് ഇനി സരിതയും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ പുതിയ പുതിയ അവതാരങ്ങൾ കേസ് കൊടുക്കാൻ നേരത്ത് ഇനി സരിതയും വരും എന്നാണ് പറഞ്ഞത്. ഇവര് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടും എന്റെ ഭാഗത്ത് ഈ ഓരോ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരിക.